തെരുവ് നായ ശല്യം രൂക്ഷമായ കൊല്ലം ആശ്രാമ മൈതാനത്ത് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ചേരുകയാണ്. ദിലീപ്, നിയ ഫൈസലിന്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. പൊള്ളുന്ന വാക്കുകളാണ് അവർ പറയുന്നത്. കുറേ മരണങ്ങൾക്കിടയിൽ ഒരു മരണം, പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം കുഞ്ഞിനെയാണ്. നെഞ്ചിടറി അന്ന് അവർ കരയുന്നത് നമ്മൾ കേട്ടതാണ്. എല്ലാവരും കൊണ്ടുപോയി മാലിന്യം തള്ളി എൻ്റെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന് അമ്മ പറയുകയാണ്. പക്ഷെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും ഈ തെരുവുനായ ശല്യം അവിടെ ഉണ്ടെന്ന് ആ അമ്മ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? ഇതിപ്പോൾ ആശ്രാമ മൈതാനത്ത് ദിലീപ് നിൽക്കുന്നു. കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. അവിടെയൊക്കെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളതുമാണ്. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? റോഷ്നി, ഈ ഹാബിറ, അതായത് നിയ ഫൈസലിൻ്റെ അമ്മ ചോദിച്ച അതേ ചോദ്യം തന്നെ, അതായത് മന്ത്രിക്കാണെങ്കിൽ ഇത് പുറത്തുകൂടെ 10 മിനിറ്റ് നടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതേ ചോദ്യം തന്നെ ഞാൻ ആവർത്തിക്കുന്നു. ഇത് ആശ്രമം മൈതാനത്ത് ആളുകൾ നടക്കുന്ന ഒരു വഴിയാണ്. ഈ വഴിയിലാണ് ഒരു തെരുവുനായ കിടക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഈ റോഡരികിൽ ആ തെരുവുനായ്ക്കൾ കിടക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ പോകുമ്പോൾ ഈ തെരുവുനായകൾ ഇരുചക്ര വാഹനത്തിൻ്റെ പുറകെ ഓടുന്നതും ഈ പ്രദേശത്ത് നിത്യസംഭവമാണ്. അങ്ങനെ വീണ് പരിക്കേറ്റ യുവാക്കളടക്കമുണ്ട്. അങ്ങനെ തെരുവുനായ ശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് നാട്ടുകാരോടക്കം നമുക്ക് പ്രതികരണം ചോദിക്കാം. ചേട്ടാ, ഇവിടെ ഈ തെരുവുനായ ശല്യം എങ്ങനെയാണ് ചേട്ടാ? ഞങ്ങളിവിടെ രാവിലെയും വൈകിട്ടും നടക്കാൻ പറ്റുന്നത് ഞങ്ങളെ ഉപദ്രവിക്കാറുണ്ട്. മറ്റുള്ള ആളുകളെ ഞാൻ ഉപദ്രവിക്കുന്ന ഞങ്ങളെ കണ്ടിട്ടില്ല. ശല്യമുണ്ട്, പട്ടിയുടെ ശല്യമുണ്ട്. എങ്ങനെയാ ശല്യം? അവിടെ ഒരു 10 പേരെ കടിക്കാണോ അപ്പുറത്തെ ആലാനിൽ ഇങ്ങനെ ഇത് ഇങ്ങനെ കിടക്കുമ്പോൾ അനക്കമില്ല. പിള്ളേർ വരുമ്പോൾ ചാടി അങ്ങ് വീഴും. ഞങ്ങളെ സ്ഥിരം കാണുന്നതുകൊണ്ടായിരിക്കും ഞങ്ങളെ കാണുമ്പോൾ ഒരു ശല്യമുണ്ട്. ഞാൻ സ്ഥിരം രാവിലെയും വൈകിട്ട് ആശ്രമ മൈതാനാകുമ്പോൾ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലം കൂടിയാണ്. കൊല്ലം ജില്ലയുടെ ഒരു ഐഡന്റിറ്റി വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെ ചിലപ്പോൾ ഉപദ്രവിച്ച് വയ്ക്കുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാവുന്നതായിരിക്കാം. ഞങ്ങളിലെ കൂടെ നടക്കുമ്പോൾ ഞങ്ങളെ ശല്യപ്പെടുത്താറില്ല. എന്നാലും കിടക്കുമ്പോൾ വലിയ കുഴപ്പം. കൊച്ചു പിള്ളേർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ മാലിന്യം ഇപ്പൊ തന്നെ കാണാം ചേട്ടാ. അവിടെ മാലിന്യം തള്ളിയിട്ടുണ്ട്. അതുണ്ട്. അത് ഭയങ്കരമാണ്. തിന്നാൻ വരുന്ന ഇവിടെ ഇതിനകത്ത് മൊത്തം മാലിന്യങ്ങളേ ഉള്ളൂ. അത് തിന്നാൻ കഴിക്കാൻ വരുന്നതാണ് ആയിരിക്കാം. അല്ല, പട്ടി ഇവിടെ ഉണ്ട്. ആവശ്യം പോലെ ഇവിടെ പട്ടി ഇവിടെ വീട്ടുകാരും തന്നെ ഈ മൈതാനത്ത് കൊണ്ടിടുകയാണ്. വീട്ടിൽ വളർത്തുന്ന പട്ടിയും കണ്ടാലറിയാം, ഈ മൈതാനത്ത് വളരുന്ന പട്ടിയും കണ്ടാലറിയാം. റോഷ്നി, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ഇരുചക്ര വാഹനങ്ങൾ പോകുമ്പോൾ പുറകെ ഓടുന്ന നായ്ക്കളാണെന്നാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ അല്പം മുമ്പ് നമ്മളെടുത്ത് പരതാ കിടക്കുന്ന നായ്ക്കളെല്ലാം തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് കിടക്കുന്നവരാണ്. പക്ഷേ ഒരു ഇരുചക്ര വാഹനങ്ങൾ പോകുമ്പോൾ അത് വയലൻ്റ് ആകുന്ന സ്ഥിതികളുണ്ട്. ഇവിടെ നോക്കൂ, മാലിന്യം തള്ളിയ ഒരു സ്ഥലമാണ്. അവിടെ മാലിന്യം ഭക്ഷിക്കാനെത്തിയ തെരുവുനായ്ക്കളെയും കൂടെ കാണാം. ഇങ്ങനെ ഈ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നു. അത് ഭക്ഷിക്കാനെത്തുന്ന തെരുവുനായ ശല്യം. നേരത്തെ നിയ ഫൈസലിൻ്റെ മാതാവ് പറഞ്ഞതുപോലെ തന്നെ റോഡ് സൈഡിലും ആളുകൾ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ അറവ് മാലിന്യമെല്ലാം തള്ളുന്നു. അത് ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആശ്രമ മൈതാനത്തും നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ മാലിന്യം തള്ളുന്നുണ്ട്. അത് കഴിക്കാനായി നിരവധി തെരുവ് നായ്ക്കളും എത്തുന്നുണ്ട്. ഈ തെരുവുനായ ശല്യം കൊണ്ട് പല ആളുകൾക്കും ഇതുവഴി നടന്നു പോകാൻ ഭയമാണെന്നുള്ള കാര്യങ്ങളടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. ശരി, ദിലീപ് ദേവസ്യാണ് കൊല്ലത്തെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. എന്തായാലും തെരുവുനായ ശല്യം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാലിന്യ പ്രശ്നം അതിലൊരു വലിയ കാര്യമായി തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. അതിന്റെ കാഴ്ചകളടക്കമാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് നമ്മൾ കണ്ടത്.